വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിക്കുന്ന മഹാറാലിക്ക് തുടക്കം. കോഴിക്കോട് സരോവരം പാർക്ക് മുതൽ കടപ്പുറം വരെയാണ് റാലി. സംസ്ഥാന വ്യാപകമായി ജില്ലാതലങ്ങളിൽ സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ സമാപനമായാണ് ഈ റാലി നടക്കുന്നത്. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളൊക്കെ പങ്കെടുക്കും. തെലങ്കാന മന്ത്രി ധനസാരി അനസൂയ സീതാക്ക പൊതുസമ്മേളനത്തിൽ മുഖ്യാതിഥിയാകും. വിവരങ്ങൾ നൽകാൻ ഷബീർ അമർ തത്സമയം ചേരുന്നുണ്ട്. ഷബീർ, റാലി ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പാർട്ടിയിലെ ഏതൊക്കെ പ്രമുഖ നേതാക്കൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്? മഹാറാലി സംസ്ഥാന ദേശീയ നേതാക്കളാണ് ഈ റാലിയിലെ മുൻപന്തിയിലുള്ളത്. അവരാണ് നേതൃത്വം വഹിക്കുന്നത്. ഒപ്പം ശേഷം ഈ സംസ്ഥാന ദേശീയ നേതൃത്വത്തിന് ശേഷം ജില്ലാ ഭാരവാഹികൾ, മറ്റു ഭാരവാഹികൾ അടക്കമുള്ളവർ എന്ന നിലയ്ക്കാണ് ക്രമീകരണം. പ്രവർത്തകർ, ആയിരക്കണക്കിന് പ്രവർത്തകരാണ്, യൂത്ത് ലീഗിന്റെ പ്രവർത്തകരാണ് ഈ റാലിയിൽ പങ്കെടുക്കാനായി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. വളരെ കാലത്ത്, നീണ്ടകാലത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ദുർഭരണത്തിനെതിരെ, വർഗീയതയ്ക്കെതിരെ എന്ന പ്രമേയത്തിൽ ഈ യൂത്ത് ലീഗ് ഈ ഒരു വിദ്വേഷത്തിനെതിരെ എന്ന പ്രമേയത്തിൽ യൂത്ത് ലീഗ് ഈ മഹാറാലി സംഘടിപ്പിക്കുന്നത്. നേരത്തെ ജില്ലാ തലങ്ങളിലും അതുപോലെ തന്നെ പ്രാദേശിക തലങ്ങളിലും മണ്ഡലം പഞ്ചായത്ത് തലങ്ങളിലുമെല്ലാം വരുന്ന പരിപാടി സംഘടിപ്പിച്ചു. റാലി എരഞ്ഞിപ്പാലം റോഡിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. നഗരം ചുറ്റി ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരത്തിൽ നഗരം ചുറ്റി കടപ്പുറത്താണ് സമാപിക്കുക. കടപ്പുറത്ത് പൊതുസമ്മേളനം സാദിഖലി ശാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് തെലങ്കാനയിലെ പഞ്ചായത്ത് രാജ് ഗ്രാമവികസന മന്ത്രിയാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, VD സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കുമെന്നാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മോടൊപ്പം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശാബ്ദങ്ങൾ ചേരുന്നു. ഞങ്ങളെ വലിയ ജനക്കൂട്ടം, നേരത്തെ വലിയ ജനക്കൂട്ടമാണ് റാലിയിലുള്ളത്. നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും ജനക്കൂട്ടം പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. ഇതുമായുള്ള പ്രചരണങ്ങളെ കഴിഞ്ഞ 6 മാസക്കാലമായി തുടങ്ങി. ഇതൊരു ചരിത്ര സംഭവമായി മുസ്ലിം യൂത്ത് ലീഗ് ചരിത്രത്തിൽ മാറാൻ പോവുകയാണ്. കഴിഞ്ഞ 6 മാസമായി വിവിധ തലത്തിൽ ഇതിൻ്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തലത്തിലും ശാഖാതലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടി നടത്തിയ ശേഷമാണ് ഇന്ന് 21-ാം തീയതി ഈ കടപ്പുറത്തേക്ക് നമ്മൾ നടന്നു നീങ്ങുന്നത്. വിദ്വേഷത്തിനെതിരെ, ദുർഭരണത്തിനെതിരെയുള്ള ശക്തമായ താക്കീതുമായി മുസ്ലിം യൂത്ത് ലീഗ് ഈ ജനസഞ്ചയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ കാണുന്ന ഈ കാലുഷികമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ നന്മയുടെ രാഷ്ട്രീയവും ആരോഗ്യപരമായ രാഷ്ട്രീയവും അതിൻ്റെ സന്ദേശം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നിവിടെ ഈ ഒരു റാലി സംഘടിപ്പിക്കുന്നത്. ഈ അധികാരികൾ ഏകാധിപതികളായി മാറുന്ന ഈ സാഹചര്യത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾക്ക് ക്ഷേമവും ജനങ്ങളുടെ പുരോഗതിയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭരണം കാഴ്ചവെക്കണമെന്ന് ഇതിൻ്റെ സന്ദേശം നൽകുന്നതിന് വേണ്ടിയും ആ ഒരു ഉണർത്തുപാട്ടായിക്കൊണ്ടാണ് ഈ ഒരു ജാഥ നടന്നു നീങ്ങുന്നത്. വിദ്വേഷത്തിനെതിരെ, ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് ഈ പ്രക്ഷോഭം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ UDF-ന് ഈ റാലി അല്ലെങ്കിൽ ഈ പരിപാടി കരുത്താകുമെന്നാണ് കണക്കാക്കുന്നത്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി രംഗത്തിറക്കുക എന്ന സ്വാഭാവികമായ ഒരു താല്പര്യം ഈ ഒരു രാഷ്ട്രീയ പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്കുണ്ട്. മറ്റൊന്ന്, കേന്ദ്രത്തിനും കേരളത്തിനും എതിരായിട്ടുള്ള അവരുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള യുവജനങ്ങളുടെ പ്രതിഷേധം, അത് സർക്കാരുകളെ ബോധ്യപ്പെടുത്തുക, ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന താല്പര്യവും ഈ മഹാറാലിയുടെ പുറകിലുണ്ട്. തീർച്ചയായിട്ടും UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഒരു തുടക്കം കുറിക്കുന്ന, ഒരു ലോഞ്ചിങ് കുറിക്കുന്ന ഒരു മഹാറാലിയാണ് ഞങ്ങളിപ്പോൾ കോഴിക്കോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ജനക്കൂട്ടമാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങളുടെ, മാസങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് യൂത്ത് ലീഗ് ഈ മഹാറാലി കോഴിക്കോട് നഗരത്തിൽ ഈ മഹാറാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലാതല പരിപാടികളുടെ പര്യവസാനം അല്ലെങ്കിൽ അതിന്റെ സമാപനം എന്ന നിലയ്ക്ക് കൂടിയാണ് ഈ റാലി സംഘടിപ്പിക്കുന്നത്. 5 മണിക്ക് ശേഷം 5:30യോടുകൂടി ഈ റാലി, മഹാറാലി കോഴിക്കോട് ബീച്ചിൽ സമാപിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അതിനുശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തോടെ ഈ പരിപാടി അവസാനിക്കുമെന്നാലും ലീഗിന്റെ നേതാക്കളൊപ്പം തന്നെ തെലങ്കാനയിലെ പഞ്ചായത്ത് രാജ് ഗ്രാമവികസന മന്ത്രി ധനസാരി അനസൂയ അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം VD സതീശൻ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF-ന് തന്നെ കരുത്താക്കുക അല്ലെങ്കിൽ ഈ പ്രചാരണം കൂടി ഈ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുക കൂടിയാണ് യൂത്തിലേക്ക് ലക്ഷ്യമിടുന്നത്. നേരത്തെ ജില്ലാ തലങ്ങളിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന റാലികൾ സംഘടിപ്പിച്ചിരുന്നു. ആ റാലികൾക്ക് ശേഷമാണ് സംസ്ഥാനതല സമാപനം എന്ന നിലയ്ക്ക് ഈ റാലി ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും റാലി ഏതാണ്ട് 4:00 കൂടിയാണ് ആരംഭിച്ചത്.
റാലി നഗരം ചുറ്റി CH മേൽപ്പാലം വഴി കോഴിക്കോട് കടപ്പുറത്ത് സമാപിക്കും. അമൃത. ശരി.